ഇന്ന് നമ്മൾ ചപ്പാത്തിയുടെ ഒക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് റെഡിയാക്കുന്നത്. ചിക്കൻ ഭർത്ത എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് പറയുന്നത്. ശരിക്കും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു കറി ഇന്ന് ഉണ്ടാക്കുന്നത്. എപ്പോഴും നമ്മൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒരേ കറി ഇങ്ങനെ ട്രൈ ചെയ്യുന്ന സമയത്ത് വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക്, വെറൈറ്റി കറികൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ചെയ്തു വെക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി ടേസ്റ്റി കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടിയിട്ടൊരു 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 2 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ട, ഒരു ഏലക്കായ, അത് 3 കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ്, എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. കൈ കൊണ്ട് ഇങ്ങനെ പിച്ചെടുക്കാൻ പാകത്തിന് വെന്ത് വന്നോട്ടെ കേട്ടോ. ഇനി വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനിൽ നിന്നുള്ള അതിൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ അരിച്ചിട്ടൊരു പാത്രത്തിലേക്ക് എടുത്തൊരു സൈഡിലേക്ക് വെക്കുക. എന്നിട്ട് ഈ ഒരു ചിക്കൻ നമുക്ക് ചൂടാറുന്ന സമയത്ത് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കണം. എത്രത്തോളം ചെറുതാക്കാൻ പറ്റും അത്രയ്ക്ക് ചെറുതാക്കി മുറിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ എല്ലാ പീസുകളും നമ്മളിപ്പോൾ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിക്കുക. അതിലേക്ക് കുറച്ച് പാലക്കിൻ്റെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. പാലക് ചീര എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കുന്നുണ്ടല്ലോ, അതൊരു 100 ഗ്രാം എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. അതിലൊരു മണലൊക്കെ നമ്മൾ ചീരയൊക്കെ കഴുകി വൃത്തിയാക്കുന്ന പോലെ തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ ഒരു വെള്ളത്തിലിട്ടിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കുക. ഒരു 2 അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് മതി കേട്ടോ. ഒരുപാട് തിളപ്പിച്ച് വേവിച്ച് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2-3 മിനിറ്റ് ഒന്നങ്ങ് തിളപ്പിച്ചാൽ മാത്രം മതി. ഒരു 2 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. എന്നിട്ടിത് ചൂട് പോകാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്തു വെക്കുക. ചൂടാറുന്ന സമയത്ത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഒരു പേസ്റ്റ് ആക്കിയിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി കറി ഉണ്ടാക്കാനായിട്ടുള്ള പാൻ ചൂടാക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുക്കുക. നമ്മളിതൊരു നാടൻ ടേസ്റ്റിലല്ലാത്തത് കൊണ്ട് തന്നെ വെളിച്ചെണ്ണ എടുക്കുന്നില്ല. എണ്ണ ചൂടാവുന്ന സമയത്ത് ഇതിലേക്കൊരു 2 ഏലക്കായ, 3 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ട, അത് 3 കൂടി ഇട്ടിട്ട് ഒന്നങ്ങ് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇനി ഇതിലേക്ക് അത്യാവശ്യം വലിയ ഒരു സവാള ഇതുപോലെ ഒന്ന് കൊത്തി എരിഞ്ഞെടുത്തിട്ടുള്ളത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് പാകത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് വേണം വഴറ്റാൻ. നമ്മൾ സവാള അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് വന്നോട്ടെ കേട്ടോ. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. രണ്ടും കൂടെ ചതച്ചെടുത്തത് അത്ര മതിയാകും. അതിൻ്റെ കൂടെ തന്നെ ഒരു 5 പച്ചമുളക് ചെറുതായി മുറിച്ചതോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുകയൊന്നുമില്ല കേട്ടോ, കാരണം നമ്മളിതിലേക്ക് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു പച്ചമുളകിൻ്റെ എരിവ് തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് പാകത്തിനുള്ളത് 5-6 നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ നല്ല പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കൂടുതൽ വേണ്ട കേട്ടോ, മസാലപ്പൊടി ഇതേ അളവിൽ മതിയാകും. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചിട്ടുള്ള പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇത്രയും മസാലപ്പൊടികൾ നമ്മൾ ഇതിലേക്ക് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ മതിയാവട്ടെ, കാരണം ഒരു മസാലയുടെ ഫ്ലേവർ വല്ലാതെ ഈ ഒരു കറിക്ക് വരുന്നില്ല. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമ്മൾ വേവിച്ചിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 1-2 മിനിറ്റ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ, ഞാനിപ്പോൾ അളവിൽ പറഞ്ഞിട്ടുള്ളത് 250 ഗ്രാം ചിക്കൻ എന്നാണ്. പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു 350 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും കുറച്ച് ചിക്കൻ കൂടുതൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ചിക്കൻ കൂടിക്കഴിഞ്ഞാൽ ഈ കറിക്ക് അത്രയ്ക്കൊരു ടേസ്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 250 ഗ്രാം തന്നെ മതി. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കറി ഞാൻ കഴിച്ചിട്ടുള്ളത് ഇവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയ സമയത്തായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ആ കഴിച്ചിട്ടുള്ള ഒരു ടേസ്റ്റ് വെച്ചിട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് കഴിച്ച സമയത്ത് ശരിക്കും വളരെ കുറച്ച് ചിക്കനേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഉള്ളിയും ക്യാപ്സിക്കൊക്കെ കുറച്ച് കൂടുതൽ ഇങ്ങനെ കടിക്കുന്നതിൻ്റെ ഇടയിലൂടെ ഇതുപോലത്തെ ചെറിയ ചെറിയ കുറച്ച് ചിക്കൻ്റെ പീസുകൾ. അപ്പോൾ അതുകൊണ്ട് ഒരു 200-250 ഗ്രാം തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് അരച്ച് വെച്ചിട്ടുള്ള ഒരു പാലക്കിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ വേവിച്ചപ്പോഴുള്ള സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണ് ഇട്ടത്. അതായത് ഒരു 8-10 കാഷ്യൂ എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അല്ലാതെ തന്നെ ആദ്യം ഫസ്റ്റ് ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. പൊടിഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇങ്ങനെ അരച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പേസ്റ്റായി കിട്ടും.
എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ ഈ ഒരു പാലക്കിൻ്റെ മിക്സ് നമ്മൾ ഇതുവരെ കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കാണുന്ന സമയത്ത് വിചാരിക്കും ഇതിന് ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത്. പക്ഷേ ഒരു പ്രശ്നമില്ല കേട്ടോ, നല്ലൊരു ടേസ്റ്റാണ്. കാരണം കറിയിലേക്ക് പാലക്കിൻ്റെ ഭയങ്കര ഒരു കുത്തന ടേസ്റ്റ് ഒന്നും വരില്ല. അതായത് നമ്മളിപ്പോൾ അത് അരച്ചെടുക്കുന്ന സമയത്ത് ശരിക്കും അതിനൊരു പൊട്ടമണമുണ്ട്, പക്ഷെ അത് കറി ആവുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. ഈ ഒരു ഗ്രേവി തിളച്ച് വരുന്ന സമയത്ത് കണ്ടില്ല നല്ലൊരു കളറായിരിക്കും കറിക്ക് കിട്ടുക. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ട് പാകത്തിന്. പിന്നെ ഇതിൽ ഒരുപാട് വെള്ളമുള്ള ടൈപ്പ് ഗ്രേവി അല്ല, കുറച്ച് കുറഞ്ഞ തിക്കായിട്ടുള്ള ഗ്രേവി തന്നെയാണ്. പക്ഷെ ഇതൊന്ന് തിളച്ച് കുറുകാനുണ്ട്. ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 കപ്പ് സവാള ഇതുപോലെ കൊത്തി അരിഞ്ഞെടുത്തതാണ്, വളരെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം, അതും വളരെ ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കണം കേട്ടോ. വലുതായിട്ടാൽ അത്രയ്ക്ക് ടേസ്റ്റില്ല, ചെറുതിങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോൾ തന്നെയാണ് ടേസ്റ്റ് ഉള്ളത്. ഉള്ളിയും ക്യാപ്സിക്കം ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് സമയം തിളച്ച് അത് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നങ്ങ് തിളച്ചിട്ട് അതിൻ്റെ ഒരു പകുതി വേവായാൽ മതി. പിന്നെ ഈ സമയത്ത് കുറച്ച് കസൂരി മേത്തി എടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് കയ്യിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. കസൂരി മേത്തിയുടെ ഇതുപോലത്തെ ഇല നമ്മൾ ചൂടാക്കിയിട്ട് പൊടിച്ചിടുകയാണെങ്കിൽ നല്ലൊരു മണം കിട്ടും കറിക്ക്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്നങ്ങ് തിളച്ചാൽ മാത്രം മതി. കാരണം ഒരു ഉള്ളിയും ക്യാപ്സിക്കം ചെറുതായിട്ട് കടിക്കാൻ കിട്ടണം നമ്മൾ കഴിക്കുന്ന സമയത്ത്. എന്നിട്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്, ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട്. നോക്കിയിട്ട് 1/2 to 1/4 ടീസ്പൂണിൻ്റെ ഉള്ളിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 നുള്ള് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മൊത്തത്തിൽ ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളെ കറി നല്ല പാകത്തിന് തിളച്ച് കറക്റ്റ് തിക്ക് ഗ്രേവി ആയി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വറ്റിച്ച് ചിക്കൻ മാത്രമാക്കി എടുക്കേണ്ട, ഒരു ചെറിയൊരു ഗ്രേവിയോടെ ഇരുന്നോട്ടെ കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ടേബിൾ സ്പൂൺ ബട്ടർ. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം നമ്മൾ അണ്ടിപ്പരിപ്പ് ചേർത്തിട്ടുണ്ട്, എന്തായാലും ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഫ്രഷ് ക്രീം കിട്ടുകയാണെങ്കിൽ അതുകൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കിട്ടണമെങ്കിൽ എന്തായാലും ഈ ഒരു ക്രീം കൂടെ വേണേ. ക്രീം ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് സമയം തിളച്ച് വറ്റിച്ചെടുക്കുന്നൊന്നുമില്ല, ഒന്നങ്ങ് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു ചിക്കൻ കറീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നാടൻ ചിക്കൻ കറിയുടെ ആ ഒരു ടേസ്റ്റ് മാത്രം ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഈ ഇത് അത്രയ്ക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. പക്ഷെ കുറച്ചെങ്കിലും നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ അല്ലെങ്കിൽ വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പച്ചക്കളറൊക്കെ കാണുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാവുമോ ഇല്ല എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടാവും. പക്ഷേ ഒരു ഡൗട്ട് വേണ്ട, ടേസ്റ്റ് ഉണ്ട് എന്തായാലും. നിങ്ങൾക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ ഭയങ്കര ആ ഒരു ഇലയുടെ ഒരു ഫ്ലേവറൊന്നുമില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയില ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് തക്കാളി, ഒരു തക്കാളിയുടെ ഒരു കഷ്ണം എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്താൽ, അതിന് കുരു എടുത്തിട്ടില്ല കേട്ടോ, കുരു മാറ്റിയിട്ട് മുറിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് അത് കടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ ഈ ഒരു കറി നമുക്ക് ചൂടോട് കൂടി തന്നെ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരേ രീതിയിലുള്ള കറിയൊക്കെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കുമ്പോൾ ശരിക്കും വെറൈറ്റിക്ക് വേണ്ടി ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി ടേസ്റ്റി കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് വെക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നല്ലൊരു റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്